ഇവേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. നമ്മളിപ്പോൾ നിൽക്കണതേ നീണ്ടകര. ഇന്നലെ ഒരു 2:30-3 മണിയായപ്പോൾ വെളുപ്പിന് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ നീണ്ടകര വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാളെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം സൈഡിൽ എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളെ അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നാൽ ഇപ്പോൾ ഉള്ളത് കൊല്ലത്ത് മയ്യനാട് അമ്മച്ചമുക്കില്ലേ, അമ്മച്ചമുക്ക്. ഇവിടെ ഒരു ആയുർവേദ സെറ്റപ്പുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിനെ വർഷങ്ങളോളം, എനിക്ക് പറഞ്ഞാൽ 20 വർഷത്തോളമായി എന്ന് പറയണം ഈ അലർജിയുടെ സീനില്ലേ, തുമ്മൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിന് ഇവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അത് പിന്നെ നമ്മുടെ മൈഗ്രെയിൻ അതിനൊക്കെ ബെറ്ററാണെന്ന് പറയണത്. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോഴൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇതാണ്ടോ സംഭവം, മയ്യനാട് അമ്മച്ചമുക്ക്. ഈ അലർജി പോലുള്ള സംഭവങ്ങളും പിന്നെ മൈഗ്രെയിൻ ഇപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട് മൈഗ്രെയിൻ. ഇടക്കിടക്കൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ പുള്ളി പതുക്കെ അങ്ങോട്ട് പോകും. പിന്നെ തലവേദന എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. മരുന്നില്ലാന്നവരെയൊക്കെയാണ് ഞാൻ ഡോക്ടറെ കാണാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ സീനൊക്കെ ഉള്ളവർ ഞാനെന്തായാലും നമ്മുടെ ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ മൈഗ്രെയിൻ, അലർജി ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യും. ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. പിന്നെ ഏകദേശം 3 മാസത്തോളം ഉള്ള മെഡിസിൻ തരുമെന്നാണ്. അത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ സംഗതിയൊക്കെ പൂർണ്ണമായിട്ട് മാറുമെന്നാണ് പറയണത്. എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഗ്രാഹ്യമില്ല. എന്തായാലും ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഞാൻ നല്ല ടയർഡെന്ന് പറഞ്ഞാൽ നല്ല ടയർഡ്. ഇന്നലെ നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്ത് വന്നാളാ. ഏകദേശം ഒരു 2-2:30 മണിക്ക് ഏർലി മോർണിംഗ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ആ നൈറ്റ് ഡ്രൈവിങ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ നേരത്തെ വന്ന് ആൾ വന്നനുസരിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ ദൂരെ നിന്നുള്ളവരൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയോറിറ്റി വൈകിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ജസ്റ്റ് പുറത്ത് വന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പക്ഷെ ഒന്ന് ഫ്രഷപ്പ് ആവുന്ന പരിപാടികളൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കല ബീച്ചിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റേ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഈവനിങ് നമുക്ക് വർക്കല കാണാമല്ലോ. അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെ തന്നെ. ശരി, നമ്മളിപ്പോൾ ഉള്ള വർക്കലയിലുണ്ട്. വർക്കല ഇന്നലെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടായി. സന്ധ്യോളത്തോളം ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തേക്കണം. നമ്മൾ അതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ, വീഡിയോസ്. ഇന്നലെ ഏകദേശം നമ്മൾ വൈകിട്ടത്തോടെ സന്ധ്യ ഒരു 6 മണിയോടെ ഇവിടെ എത്തിയത്. അതുകൊണ്ട് ആ സമയത്ത് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് കുറപ്പുമല്ലോ. കൊള്ളാം. അതാണ് നമ്മളോട് ആ കയറ്റേക്ക് ചേട്ടൻ. എന്താ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് ഫുൾ ഓൺ ആവണുള്ളൂ. ബീച്ച് വ്യൂയിലാണ്. ക്ലിപ്പാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ബീച്ചിലേക്ക് എൻട്രി ഇല്ല. എന്നാലും നമുക്ക് ബീച്ച് വ്യൂ കിട്ടും. ഈ കോട്ടേജാണ് നമ്മളെടുത്തത്. അങ്ങനെ ബീച്ച് വ്യൂ ഫ്രണ്ട് നിൽക്കുന്ന കോട്ടേജുകളെല്ലാം ഒരു 1500 റേഞ്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ടൂറിസ്റ്റുകളൊക്കെ തന്നെ സീസണിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് ആവും ഇവിടെയൊക്കെ. ഉണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഇപ്പം തന്നെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു റിസോർട്ടിൻ്റെ ഒരു കോട്ടേജിൻ്റെ ഒരു ഫുൾ മോഡ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു, നമ്മളൊരു എന്താ പറയുക, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയതല്ല. ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഇറങ്ങിയതാണ്. ഒരു സന്ധ്യ ഒരു 7-8 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വർക്കല ക്ലിഫിൻ്റെ അവിടെ പോവാം. അവിടെ ഒരു നൈറ്റ് ലൈഫൊക്കെ കുറച്ച് കളറായിരിക്കും. അപ്പോൾ അതും കൂടി നമുക്ക് പോയി കാണിക്കാം. ഓക്കെ, ശരി.
ചെയ്യണ്ടേ. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇട്ടാ, ഇതാണ് ഉണ്ടായത്. ഇത് നമ്മുടെ ഫൈസൽ, ഇത് ഷാജി. അത് ഇവരുടെ ഒരു ഫൈസൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണേണ്ട. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പതുക്കെ ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇപ്പോൾ പോണ വഴിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓക്കെ.